വാസ്തു അളവ് പ്രകാരം എങ്ങനെയാണ് പ്ലാൻ വരയ്ക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് സെൻറ്റിമീറ്റർ, മീറ്റർ, അതല്ലെങ്കിൽ ഫീറ്റ്, ഇത്തരത്തിലുള്ള അളവുകളിലായിരിക്കും നമ്മൾ പ്ലാൻ വരയ്ക്കാറുള്ളത്. പക്ഷേ വാസ്തു നിയമപ്രകാരം, വാസ്തുവിൻ്റെ അളവ് പ്രകാരം പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ കോൽ കണക്കിലാണ് പ്ലാൻ വരയ്ക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൽ എന്താണ് എന്നുള്ളതാണ്. ഒരു കോല് എന്ന് പറയുമ്പോൾ 72 സെൻറ്റിമീറ്ററാണ് ഒരു കോലെന്ന് പറയുമ്പോൾ. 72 സെൻറ്റിമീറ്റർ എടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ 73.5 സെൻറ്റിമീറ്റർ എന്ന കണക്കിലെടുക്കാം. പിന്നീട് ഇതിൻ്റെ ചെറിയ അളവാണ് അങ്കുലം എന്ന് പറയുന്നത്. അങ്കുലം അത് 3 സെൻറ്റിമീറ്ററാണ്. ഈ അളവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാൻ വരയ്ക്കുന്നത്. പിന്നീട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെക്കാൻ പോകുന്ന വീട് ഏത് ദിശയെ ബേസ് ചെയ്തിട്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇതിൻ്റെ ചുറ്റളവ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ കിഴക്കോട്ട് ദർശനമായിട്ടാണ് വീട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചുറ്റളവുകളാണ് 47 കോല്, പിന്നീട് 63 കോല്, പിന്നീട് 57 കോല്, 16 അങ്കുലം. ഈ പറഞ്ഞ 3 അളവുകൾ നമുക്ക് കിഴക്കോട്ട് ദർശനമായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന അളവാണ് ഈ 3 അളവുകൾ. ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരം കോൽ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പ്ലാൻ വരയ്ക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കിഴക്കോട്ട് ദർശനമായിട്ട് വരയ്ക്കാൻ പോകുന്ന ഒരു പ്ലാനാണ്. പ്ലാനല്ല, കിഴക്കോട്ട് ദർശനമായിട്ട് ഒരു പ്ലാൻ എങ്ങനെ വരയ്ക്കാം എന്നാണ് വാസ്തുവിൻ്റെ അളവ് പ്രകാരം. നമ്മൾ എടുക്കാൻ പോകുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 56 കോൽ 8 അങ്കുലം. 56 കോൽ 8 അങ്കുലം എന്ന് പറയുന്ന അളവാണ് നമ്മൾ പ്ലാൻ വരയ്ക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഈ അളവ് നമുക്ക് എല്ലാ സൈഡിലോട്ടും 4 സൈഡിലോട്ട് 4 സൈഡിലോട്ട് നമുക്ക് ഈ അളവ് പ്രകാരം പ്ലാൻ വരയ്ക്കാൻ കഴിയും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ അളവെടുത്ത് 56 കോൽ 8 അങ്കുലത്തിൻ്റെ അളവിൽ നമ്മൾ പ്ലാൻ ഇതിലെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് നമ്മളപ്പോൾ 56 കോലിന് 56 × 72 സെൻറ്റിമീറ്റർ വരുമ്പം നമുക്ക് 4032 സെൻറ്റിമീറ്റർ കിട്ടും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ 8 അങ്കുലമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ 8 × 3, അപ്പോൾ 3 24 സെൻറ്റിമീറ്റർ. ഇനി ടോട്ടൽ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 40.32 24, അപ്പം 4056 സെൻറ്റിമീറ്ററാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട് ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 4 സൈഡിലെയും കൂടെ അളവാണ് 4056 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 സൈഡിൻ്റെ അളവ് നമുക്ക് എടുക്കണം. അപ്പോൾ അതിന് 4056/2 വരുമ്പോൾ 2028 സെൻറ്റിമീറ്റർ എന്നുള്ള അളവ് വരും. അപ്പോൾ ഈ 2028 സെൻറ്റിമീറ്ററിൽ ഇതിൽ നമ്മൾ ഒരു സൈഡിലെ അളവ് നമ്മളൊരു 11 മീറ്റർ എടുക്കുകയാണ്. ഒരു സൈഡിൽ നമ്മൾ 1100 സെൻറ്റിമീറ്റർ ഒരു സൈഡിൽ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പുറ സൈഡിൽ 928 സെൻറ്റിമീറ്റർ എടുക്കാൻ കഴിയും. അപ്പോൾ ഈ 2 സൈഡിലെ അളവ്
നമുക്ക് കിട്ടി. ഈ അളവ് തന്നെ ഇവിടെ 1100 സെൻറ്റിമീറ്റർ, ഇവിടെ 928 സെൻറ്റിമീറ്റർ. ഇതാണ് ഈ അളവാണ് 56 കോല് 8 അങ്കുലം. 4 സൈഡിലോട്ടും പറ്റുന്ന ഒരളവാണിത്. ഈ അളവിലാണ് ഇതുപോലെ തന്നെ നമുക്കിനി 47 കോലിൻ്റെ പ്ലാൻ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം, 63 കോലിൻ്റെ വേണമെങ്കിൽ വരയ്ക്കാം, അതല്ല 57 കോല് 16 അങ്കുലത്തിൻ്റെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇത്തരത്തിലാണ് വാസ്തുവിൻ്റെ അളവ് പ്രകാരം പ്ലാൻ വരയ്ക്കുന്നത്.